നമ്മുടെ ശരീരവും മനസ്സും സന്തോഷമുള്ളതായിരിക്കുവാൻ എന്തെല്ലാം ആവശ്യമുണ്ടെന്ന് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിനറിയാം. അവിടുന്ന് നൽകുന്ന സന്തോഷം ആഘോഷങ്ങളൊക്കെ കഴിയുമ്പോൾ അവസാനിക്കുന്നതല്ല. അത് പുറമേയുള്ള കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതുമല്ല. അത് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ദൈവം നൽകുന്നതാണ്. എന്നാൽ എങ്ങനെ അത് അനുഭവിക്കുവാൻ കഴിയും? ഒരുമിച്ച് ചിന്തിക്കാം. ജീവസന്ദേശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള വെളിപാട് നൽകുന്നുണ്ടെന്ന് വരികിലും ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തെ തികവാർന്ന രീതിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിളിലെ പഴയ നിയമ പുസ്തകം ദൈവത്തെക്കുറിച്ചുള്ള ഭാഗികമായ വെളിപ്പാടുകളോടുകൂടെ അവസാനിക്കുമ്പോൾ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം ക്രിസ്തുവിലൂടെ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ബൈബിളിനെ സംബന്ധിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണല്ലോ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളായി നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിളിൻ്റെ പ്രാധാന്യം, ബൈബിളിൻ്റെ അതുല്യത, ബൈബിൾ ദൈവവചനമാകുന്നു എന്നതിൻ്റെ തെളിവുകൾ, ബൈബിൾ ഭാഷ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ചില പദപ്രയോഗങ്ങൾ, ഇവയെല്ലാം നാം ചർച്ച ചെയ്തു, മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇന്നത്തെ പഠനത്തിൽ ബൈബിളിൻ്റെ സർവപര്യാപ്തതയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഓൾ സഫിഷ്യൻസി എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരു വ്യക്തിയുടെ ആത്മജീവിതത്തിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ബൈബിൾ പര്യാപ്തമാണോ? ബൈബിളിൻ്റെ സർവപര്യാപ്തത വിശദമാക്കുവാൻ നമുക്ക് 19-ാം സങ്കീർത്തനത്തിലേക്ക് പോകാം. തിരുവചനത്തിൻ്റെ സർവപര്യാപ്തതയെക്കുറിച്ച് സംക്ഷിപ്തവും നേരിട്ടും സംസാരിക്കുന്ന ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് 19-ാം സങ്കീർത്തനം. ദൈവിക വെളിപ്പാടിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുക എന്നതാണ് ഈ 19-ാം സങ്കീർത്തനത്തിൻ്റെ പൊതുവായുള്ള ലക്ഷ്യം. ആദ്യത്തെ 6 വാക്യങ്ങളിൽ ദൈവം പ്രകൃതിയിൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നതിനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പാടുന്നു. അതായത് പൊതുവായ വെളിപ്പാട്, ജനറൽ റെവലേഷൻ. ദൈവം തൻ്റെ സൃഷ്ടിയിൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. എന്നാൽ അതിനേക്കാൾ പ്രത്യേകതയുള്ള ഒരു വെളിപ്പാടുണ്ട്. അത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയുള്ള വെളിപ്പാടാണ്. അതിനെക്കുറിച്ചാണ് 19-ാം സങ്കീർത്തനം 7 മുതൽ 14 വരെ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ബൈബിളിൻ്റെ സർവപര്യാപ്തതയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 വാക്യങ്ങളിൽ 6 വരി ചിന്തകളുണ്ട്. അതിൽ തന്നെ ഓരോ വരികളിലും 3 ഘടകങ്ങൾ ദാവീദ് വിവരിക്കുന്നുമുണ്ട്. ദൈവവചനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന 6 നാമങ്ങൾ ആ 6 വരികളിലുണ്ട്. ദൈവവചനത്തിൻ്റെ 6 സ്വഭാവങ്ങൾ ആ 6 വരികളിലുണ്ട്. ദൈവവചനത്തിൻ്റെ 6 പ്രയോജനങ്ങൾ നമുക്കവിടെ കാണാം. അതായത് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ സകലതും ഉൾക്കൊള്ളുന്ന ഒന്നായി തിരുവെഴുത്തുകളെ ഈ സങ്കീർത്തനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഒന്നാമത്, ദൈവവചനത്തെ യഹോവയുടെ ന്യായപ്രമാണം എന്നാണ് വിളിച്ചിരിക്കുന്നത്. തിരുവചനത്തെ നിർവചിച്ചിരിക്കുന്ന ഒരു എബ്രായ പദപ്രയോഗമാണത്. നാം 19-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൻ്റെ ആദ്യ വരിയിൽ വായിക്കുന്നത്, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. ഈ പുസ്തകം വായിക്കുവാനും പഠിക്കുവാനും അനുസരിക്കുവാനും സമർപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വചനത്തിന് വരുത്തുവാൻ സാധിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഞാനിന്ന് പറയാം. ഒന്നാമത്,
ബൈബിൾ തികവുള്ളതാണ്. അതായത് പെർഫെക്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. തികവുള്ളത് എന്ന പദത്തിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം പെർഫെക്റ്റ് എന്നതിനേക്കാൾ കുറച്ചുകൂടിയാണ്. സകലതും ഉൾക്കൊള്ളുന്ന, സമഗ്രമായ, ബഹുമുഖമായ എന്നൊക്കെയാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രാണനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും വിധം സത്യത്തെ സമഗ്രമായി കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. എന്താണ് ഈ പ്രാണൻ? നെഫെഷ് എന്ന എബ്രായ പദമാണ് അതിനുപയോഗിച്ചിരിക്കുന്നത്. അത് ജീവൻ, ദേഹി, പ്രാണൻ, വ്യക്തി, സ്വയം എന്നൊക്കെ പരിഭാഷപ്പെടുത്താറുണ്ട്. അതിൻ്റെ അർത്ഥം മുഴുവൻ വ്യക്തിത്വം എന്നാണ്. നമ്മുടെ ശരീരമല്ല, പിന്നെയോ യഥാർത്ഥത്തിലുള്ള ഞാൻ, യഥാർത്ഥത്തിലുള്ള നിങ്ങൾ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള നിങ്ങൾ. എന്താണ് ഇവിടുത്തെ അർത്ഥം? ഒരു വ്യക്തിയെ മുഴുവനായി രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ള സമഗ്രമായ സത്യമാണ് വിശുദ്ധ ബൈബിൾ. ഒരുപക്ഷെ എനിക്ക് രൂപാന്തരപ്പെടേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അങ്ങനെയെങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഞാനും പറയും. തങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ സംതൃപ്തരല്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ പുസ്തകം. ഒരാൾ പറഞ്ഞെന്നിരിക്കട്ടെ, എൻ്റെ ജീവിതത്തിൽ ശരിയാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അവിടെയൊക്കെ ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എൻ്റെ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുവാൻ എനിക്കിനി ആവില്ല. എൻ്റെ സാഹചര്യങ്ങളുടെ ഒരു ഇരയായിരിക്കുന്നതിൽ നിന്ന് ഒരു മോചനം ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ വേദനിക്കാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ബന്ധങ്ങളെല്ലാം ശരിയായതായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് കുറേ കൂടി വ്യക്തത ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്കാണ് ബൈബിൾ പ്രയോജനപ്പെടുന്നത്. ജീവിതത്തിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി വലയുന്നവർക്കും എനിക്കൊരു പുതിയ വ്യക്തി ആകണം എന്ന് ചിന്തിക്കുന്നവർക്കും ഈ പുസ്തകം സഹായകരമാണ്. കാരണം ഏതൊരു വ്യക്തിയെയും സമൂലമായി രൂപാന്തരപ്പെടുത്താം എന്ന ബൈബിൾ വചനം നാം പ്രത്യേകം ഓർക്കണം. ബൈബിൾ അങ്ങനെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ അതെങ്ങനെ സാധിക്കും? ബൈബിൾ പറയുന്ന അതിനുള്ള താക്കോൽ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു എന്ന്. ദൈവം മനുഷ്യനായി അവതരിച്ച ക്രിസ്തു, അവിടുന്ന് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ ബലിയായി. അവിടുന്ന് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് അവൻ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ജീവിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണം പെർഫെക്റ്റ് ആകുന്നു. അത് പ്രാണനെ രൂപാന്തരപ്പെടുത്തുന്നു. രണ്ടാമതായി ബൈബിളിൻ്റെ സർവ്വപര്യാപ്തതയുടെ കാരണമായി പറഞ്ഞിരിക്കുന്നത് 7-ാം വാക്യത്തിൽ തന്നെ, യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. വിശ്വാസ്യം, ഇംഗ്ലീഷിൽ ഷുവർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടുള്ളത്, വിശ്വസിക്കുവാൻ കൊള്ളാകുന്നത്, ആശ്രയിക്കുവാൻ കൊള്ളാവുന്നത് എന്നൊക്കെയാണ് അർത്ഥം. അതുമാത്രമല്ല, തിരുവചനം ഇവിടെ പറയുന്ന അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അത് വളരെ ശ്രദ്ധേയമായൊരു പ്രസ്താവനയാണ്. തുറന്നു കിടക്കുന്ന വാതിൽ എന്നർത്ഥം വരുന്ന ഒരു എബ്രായ പദത്തിൽ നിന്നുമാണ് ഈ അല്പബുദ്ധി, സിമ്പിൾ എന്ന പദം വന്നിരിക്കുന്നത്. ബുദ്ധിശൂന്യത എന്നർത്ഥം വരുന്ന പദം. ശുദ്ധഗതിക്കാരനായ ഒരു മനുഷ്യനെ കണ്ടിട്ട് ഇവൻ്റെ തല തുറന്ന വാതിൽ പോലെ ആകുന്നു എന്നൊരു യഹൂദൻ പറയുമായിരുന്നു. അവൻ എല്ലാം അംഗീകരിക്കുന്നു, അതുപോലെ തന്നെ അത് തലയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. എന്തു സൂക്ഷിക്കണമെന്നോ എന്തുപേക്ഷിക്കണമെന്നോ അവന് നിശ്ചയമില്ല. വിവേചന ശക്തി ഇല്ലാത്തവൻ, തിരിച്ചറിവില്ലാത്തവൻ, സത്യത്തെ വിവേചിക്കാത്ത ശുദ്ധഗതിക്കാരൻ എന്നൊക്കെ അയാളെക്കുറിച്ച് മനസ്സിലാക്കാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അല്പബുദ്ധി. ഇതിൻ്റെ പ്രധാന കാരണം ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്ന സത്യങ്ങളൊന്നും ഈ സിമ്പിൾ എന്ന് നാം പറയുന്ന അല്പബുദ്ധികൾക്ക് അറിയില്ല. എന്നാൽ ബൈബിൾ പറയുന്നു, തിരുവചനം വിശ്വാസ്യമാകുന്നു, ആശ്രയിക്കുവാൻ കൊള്ളാവുന്നതാണ്. ശുദ്ധഗതിക്കാരനായ ഒരുവനെ ജ്ഞാനിയാക്കുവാൻ അതിന് കഴിയും. ഏത് തരത്തിലുള്ള ജ്ഞാനമാണത്? യഹൂദനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം എന്നത് ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ വൈദഗ്ധ്യം ആയിരുന്നു.
യവനന്മാരെ അല്ലെങ്കിൽ ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരാശയം മാത്രമായിരുന്നു. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഡ്ഢി എന്ന് പറഞ്ഞാൽ തലയിൽ അറിവുണ്ടായിരിക്കെ അതനുസരിച്ച് ജീവിക്കാത്തവനാണ്. മനസ്സിലായല്ലോ? തിരുവചനം വിശ്വസനീയം എന്ന് ബൈബിൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വിവരമില്ലാത്ത, വിവേചനമില്ലാത്ത ഒരു ശുദ്ധഗതിക്കാരനെ ദൈനംദിന ജീവിതത്തിൽ വിജയകരമായി ജീവിക്കുവാൻ സഹായിക്കുന്നതാണ് ബൈബിൾ എന്നത്രേ. ബന്ധങ്ങൾ ശരിയായി കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണോ? ബൈബിൾ അത് പറഞ്ഞു തരും. കുടുംബജീവിതം എങ്ങനെ സന്തുഷ്ടമാക്കണം എന്ന് നിങ്ങൾക്കറിയണമോ? ബൈബിൾ ആ വിഷയം പഠിപ്പിക്കും. നിങ്ങളുടെ ജോലിസ്ഥലത്ത് എങ്ങനെ പെരുമാറണമെന്നറിയണോ? ബൈബിൾ പഠിക്കൂ. മനുഷ്യ മനസ്സിൻ്റെ വിവിധ വശങ്ങൾ നിങ്ങൾക്കറിയണോ? ഉദ്ദേശശുദ്ധി എങ്ങനെ സാധിക്കുമെന്നറിയണോ? നിങ്ങൾ എന്തുകൊണ്ടൊരു പ്രത്യേക വിധത്തിൽ പ്രവർത്തിക്കുന്നു എന്നും ശരിയായ വിധത്തിൽ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്നും നിങ്ങൾക്കറിയണോ? ജീവിതത്തിൽ പരമാവധി പ്രയോജനപ്പെടേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയണോ? നിങ്ങൾ എവിടെ നിന്ന് വന്നു എന്നും എന്തിനിവിടെ ആയിരിക്കുന്നു എന്നും ഒടുവിലെവിടേക്ക് പോകുന്നു എന്നും നിങ്ങൾക്കറിയണോ? അതെല്ലാം ഈ പുസ്തകത്തിൽ ഭംഗിയായി വിവരിച്ചിട്ടുണ്ട്. ആരും കാണാത്ത നമ്മുടെ മനോഭാവങ്ങളെക്കുറിച്ചും പ്രതികരണങ്ങളെക്കുറിച്ചും മറ്റുള്ളവരോട് നാം എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ചും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും ജീവിതത്തിൽ വിശേഷ സ്വഭാവങ്ങൾ വളർത്തിയെടുക്കേണ്ടത് എങ്ങനെയെന്നും ബൈബിളിലുണ്ട്. ദൈനംദിന ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെയും അതിവിദഗ്ധമായി നേരിട്ട് ജീവിതം അനുഗ്രഹമാക്കുവാൻ സഹായിക്കുന്ന ഒന്നത്രേ ദൈവവചനമാകുന്ന ബൈബിൾ. മൂന്നാമതായി 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. നേരുള്ളവ, അതിൻ്റെ അർത്ഥം അത് ശരിയായ പാത കാണിക്കുന്നു, കാൽച്ചുവടുകളെ ശരിയായ പാന്താവിൽ നയിക്കുന്നു എന്നാണ്. അതിൻ്റെ ഫലമോ അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ എനിക്കിത് പറയുവാൻ കഴിയും. ഏതു വഴി തിരഞ്ഞെടുക്കണമെന്നറിയാതെ, ഏത് ദിശയിൽ തിരിയണമെന്നറിയാതെ, എൻ്റെ ഭാവി എന്താകുമെന്നറിയാതെ വലഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു. എന്ത് തൊഴിൽ പഠിക്കണം എന്ന് സംശയിച്ച് നിന്ന സമയം. ആ കാലത്ത് ഞാൻ ദൈവവചനം പഠിക്കുവാൻ ആരംഭിച്ചു. എൻ്റെ ജീവിതത്തെ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഏൽപ്പിച്ചു. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എൻ്റെ ഗതി ശരിയാകുന്നത് ഞാൻ കണ്ടു. ഏത് വഴിക്ക് തിരിയണമെന്നുറപ്പുണ്ടായി. സംശയത്തിൻ്റെ സ്ഥാനത്ത് വ്യക്തതയുണ്ടായി. കാരണം വചനം എൻ്റെ കാലിന് ദീപമായി, പാതയ്ക്ക് പ്രകാശമായി എന്നെ നയിക്കുവാൻ ആരംഭിച്ചു. അതെൻ്റെ ജീവിതത്തിൽ സന്തോഷവും അനുഗ്രഹവും നൽകി. പലപ്പോഴും ജീവിതത്തിൻ്റെ പരിപരുത്ത പ്രതലങ്ങളിൽ കൂടി പതറാതെ സന്തോഷത്തോടെ പോകുന്നത് കാണുമ്പോൾ എനിക്കേതോ കുഴപ്പമുണ്ട് എന്ന് എന്നോട് സഹകരിക്കുന്ന ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും. എന്നാൽ ദൈവവചനത്തിൻ്റെ ആലോചനയ്ക്ക് ഞാൻ എന്നെ വിധേയപ്പെടുത്തിയപ്പോൾ പ്രതിസന്ധികൾ പോലും സംതൃപ്തി കൊണ്ടുവന്നു, സന്തോഷം കൊണ്ടുവന്നു. കാരണം അത്തരം സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ വിശ്വസ്തത രുചിച്ചറിയുവാനുള്ള അവസരങ്ങളായി ഞാൻ കണ്ടു. അസന്തുഷ്ടി പോലും സന്തോഷത്തിൻ്റെ അവസരങ്ങളായി മാറി. യേശു പറഞ്ഞത് ഈ അനുഭവം ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞ് പിറക്കുന്നത് പോലെ ആകുന്നു എന്നാണ്. സ്ത്രീയെ സംബന്ധിച്ച് പ്രസവവേദന അസഹനീയമെങ്കിലും അതിൻ്റെ ഒടുവിൽ ലഭിക്കുന്ന സന്തോഷം അവർണ്ണനീയമാകുന്നു. മനഃപൂർവ്വം പാപം ചെയ്യാതെയും മദ്യത്തിനും ലഹരി വസ്തുക്കൾക്കും അടിമപ്പെടാതെയും ഏതൊരാൾക്കും സന്തോഷം കണ്ടെത്തുവാൻ സഹായിക്കുന്നതാണ് ഈ ബൈബിൾ. നിങ്ങൾക്ക് ഒരു സന്തോഷമുള്ള വ്യക്തിയായിരിക്കുവാൻ കഴിയും. കാരണം ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർക്ക് ദൈവം സന്തോഷം നൽകുന്നു. നമ്മുടെ ശരീരവും മനസ്സും സന്തോഷമുള്ളതായിരിക്കുവാൻ എന്തെല്ലാം ആവശ്യമുണ്ടെന്ന് നമ്മുടെ സൃഷ്ടാവിനറിയാം. അവിടുന്ന് നൽകുന്ന സന്തോഷം ആഘോഷങ്ങൾ കഴിയുമ്പോൾ അവസാനിക്കുന്നതല്ല. അത് പുറമേയുള്ള കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതുമല്ല. അത് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ദൈവം നൽകുന്നതാണ്. ആർക്കും അത് എടുത്തു മാറ്റാൻ കഴിയില്ല. നാലാമതായി നാം വായിക്കുന്നത് 8-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. എനിക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ പണ്ഡിതന്മാരായ പലർക്കും അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. കാരണം എനിക്ക് ബൈബിൾ അറിയാം. മറ്റുള്ളവർക്ക് വ്യക്തമല്ലാത്ത പലതും എനിക്ക് ബൈബിളിലൂടെ വ്യക്തമാണ്.
ജീവിതത്തിലെ മറഞ്ഞു കിടക്കുന്ന പലതും കാണുവാനും മനസ്സിലാക്കുവാനും ഇതെൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. എന്താണ് മരണം? എന്തുകൊണ്ട് രോഗമുണ്ടാകുന്നു? ദുഃഖകരമായ കാര്യങ്ങൾ എന്തുകൊണ്ട് ജീവിതത്തിൽ വരുന്നു? ലോകത്തിൽ നാം ഈ കാണുന്ന ദുസ്ഥിതിക്ക് കാരണം എന്താണ്? ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് അരോചകമായി തോന്നാറില്ലേ? കള്ളവും ചതിവും കൊലപാതകങ്ങളും കാണുമ്പോൾ, നിരപരാധികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാറില്ലേ? ആളുകൾ ചോദിക്കുന്നു, എന്തുകൊണ്ടാണിങ്ങനെ? ആരാണ് ഇതിന് ഉത്തരവാദി? ബൈബിളിൽ അതിനെല്ലാം ഉത്തരമുണ്ട്. അത് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കുന്നു. 5-ാമതായി 9-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. ഇവിടെ തിരുവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പേര് ഭക്തി എന്നത്രേ. തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ വിശദീകരിക്കാം. എന്തുകൊണ്ടാണ് ദാവീദ് അങ്ങനെ പ്രയോഗിച്ചത്? ദൈവത്തെ ആരാധിക്കുന്നതിലേക്ക് നമ്മെ നയിക്കുന്ന ഭയവും ബഹുമാനവും ആദരവും എല്ലാം നമ്മിൽ ഉണ്ടാക്കുന്നത് തിരുവചനമാണ്. ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുക എന്ന മഹത്തായ കാര്യം അർത്ഥവത്തായി ചെയ്യും എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നതിന് നമ്മെ പ്രാപ്തരാക്കുന്ന തിരുവെഴുത്ത് നിർമ്മലമായത് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. നിർമ്മലം എന്ന വാക്കിൻ്റെ അർത്ഥം അശുദ്ധിയില്ലാത്തത്, അപൂർണമല്ലാത്തത്, കേടാകാത്തത്, കളങ്കമില്ലാത്തത്, ന്യൂനതയില്ലാത്തത്, മായം ചേർക്കാത്തത്, ചീഞ്ഞു പോകാത്തത് എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. അത് പാപമില്ലാത്ത എന്ന അർത്ഥമാണ് നൽകുന്നത്. ഇവിടെ ഇതാ ഒരു പുസ്തകം, ഒരിക്കലും തിരുത്തലുകൾ ആവശ്യമില്ലാത്തതും കാലഹരണപ്പെടാത്തതും ആകുന്നു ഈ പുസ്തകം. അത് എഴുതപ്പെട്ട കാലം മുതൽ കോടിക്കണക്കിന് ആളുകളോട് സംസാരിച്ചിട്ടുള്ളതുപോലെ ഇന്ന് എന്നോടും നിങ്ങളോടും സംസാരിക്കുവാൻ കഴിവുള്ള വചനമാകുന്നു. ആശ്ചര്യകരമായ ശുദ്ധമായ വചനം. അതിൻ്റെ അർത്ഥം ബൈബിൾ എന്നും സജീവമായിരിക്കുവാൻ കഴിവുള്ളതാണ് എന്നത്രേ. ഇനിയും 6-ാമത്തെ കാര്യം ഞാനൊന്ന് വായിക്കാം. അത് 9-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗമാണ്. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. വിധികൾ സത്യമായവ എന്ന് പറഞ്ഞാൽ 100% സത്യമെന്ന് ഉറപ്പിച്ച് പറയുവാൻ കഴിയുന്നത് എന്തെങ്കിലും കണ്ടെത്തുവാൻ ഇന്ന് മനുഷ്യൻ പ്രയാസപ്പെടുമ്പോൾ ഇതാ ദൈവവചനം. എന്താണ് സത്യമെന്ന് പറഞ്ഞാൽ? നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വിവരങ്ങളിൽ എത്ര ശതമാനം സത്യമുണ്ട്? വാർത്താമാധ്യമങ്ങളിൽ എത്ര എണ്ണം സത്യം പറയുന്നുണ്ട്? ഭരണതലപ്പത്തിരിക്കുന്നവരിൽ എത്ര പേർ സത്യം പറയുന്നുണ്ട്, സത്യം ചെയ്യുന്നുണ്ട്? അങ്ങനെയെങ്കിൽ ജീവിതത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, പാപത്തെക്കുറിച്ച്, ശരി തെറ്റുകളെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, സന്തോഷം, സമാധാനം, സംതൃപ്തി, ഇവയെക്കുറിച്ചൊക്കെ സത്യം പറയുവാൻ ആർക്ക് കഴിയും? മനുഷ്യൻ പരിശ്രമിക്കുന്നെങ്കിലും അവനത് സാധിക്കുന്നില്ല. നാം സ്ഥലകാല പരിമിതികളിൽ പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പരിമിതമായ അറിവ് കൊണ്ട് ദൈവത്തെ കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നില്ല. മനുഷ്യൻ മതത്തെ ഉണ്ടാക്കി, എന്നാൽ അത് സ്വാർത്ഥത നിറഞ്ഞൊരു സംവിധാനം എന്നതിനപ്പുറം ഒന്നും അല്ലാതെയായി. നമ്മുടെ പരിമിതിക്കും പ്രപഞ്ചത്തിനപ്പുറത്തുള്ളത് ഒക്കെ അറിയണമെങ്കിൽ അതറിയാവുന്ന പുറത്തുനിന്നൊരാൾ നമ്മെ അത് പഠിപ്പിക്കണം. അതാണ് ബൈബിൾ ചെയ്യുന്നത്. നമ്മുടെ ഈ പരിമിതികൾക്ക് വെളിയിൽ നിന്നും ദൈവം തൻ്റെ അലൗകികമായ വെളിപ്പാടുകൾ, സൂപ്പർ നാച്ചുറൽ റെവലേഷൻസ് നമുക്ക് നൽകിയിരിക്കുന്നു. അവൻ പുസ്തകത്തിലൂടെ മാത്രമല്ല, പിന്നെയോ ക്രിസ്തു എന്ന വ്യക്തിയിലൂടെയും നമുക്കത് വെളിപ്പെടുത്തി. ഇതുവരെ നാം ചിന്തിച്ച ബൈബിളിനെക്കുറിച്ചുള്ള 6 കാര്യങ്ങൾക്കപ്പുറം ഈ ആയുസ്സിൽ എന്താണ് നമുക്ക് ആവശ്യം? ബൈബിൾ രക്ഷയ്ക്കുതകുന്നതെങ്കിൽ, ഒരു മനുഷ്യൻ്റെ ശരീരാത്മദേഹികളെ പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തുവാൻ പര്യാപ്തമെങ്കിൽ, ആത്മീയ ജീവിതത്തിന് ആവശ്യമായ എല്ലാ വിവരങ്ങളും ഇതിലുണ്ടെങ്കിൽ,
ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അപ്പുറം സന്തോഷം തരുന്നതാണെങ്കിൽ, നമുക്ക് ഗ്രഹിക്കുവാൻ പ്രയാസമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി തരുവാൻ ഇതിന് കഴിയുമെങ്കിൽ, സകല മലിനതകളെയും ശുദ്ധീകരിക്കുവാൻ അത് ശക്തമാകുന്നുവെങ്കിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി ദൈവവചനം മാത്രം മതി, ഇല്ലേ? അത് മാത്രം മതി. നമ്മുടെ ആത്മീയ ജീവിതത്തിനും ഉത്തരവാദിത്വങ്ങൾക്കും ആവശ്യമായ സത്യങ്ങളെല്ലാം ദൈവം തൻ്റെ വചനത്തിലൂടെ തൻ്റെ ഹിതമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വചനത്തോട് നാം ഒന്നും കൂട്ടിച്ചേർക്കുവാൻ പാടില്ല എന്ന് ബൈബിൾ തന്നെ നിഷ്കർഷിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ നാം അത് കാണും. അവിടെ വായിക്കുന്നത്, ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്നും ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അതായത് ബൈബിളിൽ ഇല്ലാത്ത പുതിയ വെളിപ്പാടുകൾ ഇനി നമുക്ക് ആവശ്യമില്ല സുഹൃത്തേ. 19-ാം സങ്കീർത്തനത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ ദാവീദ് ദൈവവചനത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും കൂടി പറയുന്നു. അഥവാ ദൈവവചനത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച്, ദ വാല്യൂ. അതാണ് നാം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഒന്നാമതായി അവൻ പറയുന്നു, ദൈവവചനം നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും വലിയ സ്വത്താകുന്നു, സമ്പാദ്യമാകുന്നു. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്ന, അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ. ദൈവവചനം മറ്റെല്ലാറ്റിനേക്കാളും വിലപ്പെട്ടതാണ്. ദൈവവചനം ആസ്വാദ്യകരമാണ്. തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ, ഏറ്റവും മാധുര്യമുള്ള സമീകൃതമായ ദൈവത്തിൻ്റെ വചനം. ഇനി 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ഏറ്റവും വലിയ സുരക്ഷിതത്വം നൽകുന്നു എന്നാണ്. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അതത്രേ. ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷകളിലും പ്രലോഭനങ്ങളിലും കഷ്ടങ്ങളിലും പിടിച്ചു നിൽക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ വചനം ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം നമുക്കുള്ള ഏറ്റവും വലിയ പ്രതിഫലമാകുന്നു എന്നും കൂടി ദാവീദ് പറയും. അവൻ പറയുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട് എന്ന്. 12-13 വാക്യങ്ങളിൽ ദൈവവചനത്തെ ശുദ്ധീകരണം നൽകുന്ന ഏറ്റവും വലിയ മൂലശക്തിയായി പറഞ്ഞിരിക്കുന്നു. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധാപാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. ഈ സങ്കീർത്തനം ദാവീദ് അവസാനിപ്പിക്കുന്നത് നമുക്ക് സുപരിചിതമായ ആ വാക്യത്തോടെയാണ്. മനപ്പാഠം അറിയാമായിരിക്കുമല്ലോ അല്ലേ? അവിടെ വായിക്കുന്നത് 14-ാം വാക്യം, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. വചനത്തോടുള്ളൊരു പ്രതിബദ്ധത, അതാണ് 14-ാം വാക്യം. കർത്താവേ, വചനത്തോടൊരു പ്രതിബദ്ധത എനിക്ക് നൽകണേ. ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, എന്നെ ദൈവവചനത്തിൻ്റെ ഒരു മനുഷ്യനാക്കണമേ. എൻ്റെ ചിന്തകൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ മനോഭാവങ്ങൾ, എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ പ്രതികരണങ്ങൾ എല്ലാം ദൈവവചനത്തിനനുസരണമാക്കി തീർക്കണേ ദൈവമേ. അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന പ്രാർത്ഥനയോടെ ഈ മനോഹര ഗീതം ദാവീദ് പാടി അവസാനിപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയും അതാകണം. ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനം എത്ര വിലപ്പെട്ടതാകുന്നു എന്ന് ഞങ്ങളെ ഇന്ന് വീണ്ടും പഠിപ്പിച്ചതിനായി സ്തോത്രം. കർത്താവേ, സർവപര്യാപ്തിയായി വചനം ഉപേക്ഷിച്ച് പലപ്പോഴും ഞങ്ങൾ അലക്ഷ്യമായി ജീവിച്ചു പോയ കുറവുകളെ ക്ഷമിക്കണമേ. ഇന്നീ വചനം പഠിച്ച എല്ലാവരെയും തുടർന്നുള്ള പഠനത്തിന് വേണ്ടി ഒരുക്കുകയും ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ശക്തീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. നിൻ്റെ കൃപയിൽ ഞങ്ങളെ വഴി നടത്തണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദൈവവചനവുമായുള്ള ബന്ധം ഒരുവനെ
കരുത്തനും വ്യത്യസ്തനുമാക്കി തീർക്കുന്നു. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ ഇത് നമ്മെ പ്രാപ്തരാക്കി തീർക്കും. ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അതിൻ്റെ സ്വാധീനം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. ബാല്യം മുതൽ വാർദ്ധക്യം വരെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കുവാൻ തിരുവചനം പോലെ മറ്റൊന്നിനും സാധിക്കില്ല.